Hi students. So, in this video, we will plus 1 mathematics second chapter relations and functions in March 2017 questions. Okay, sixth question. First one, the domain of the function f of x is equal to 1 by x minus 1. Okay, so we type of question 2018 നമുക്ക് ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് ഇത് f of x is equal to 1 by x minus 1 എന്ന് പറഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഫംഗ്ഷൻ ആണ്? ദാറ്റ് ഈസ് എ റാഷണൽ ഫംഗ്ഷൻ അല്ലേ? 1 by x minus 1 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. സോ ദിസ് ഈസ് എ റാഷണൽ ഫംഗ്ഷൻ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഡൊമൈൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ റാഷണൽ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് ആണ് അല്ലെ? അതായത് നമുക്ക് ഇതിന് റിയൽ നമ്പറിലുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അതായത് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. ഓക്കെ, സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻഡ് ആകാതിരിക്കുന്നത്? അതായത് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? അതായത് ഈ ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ 1 by 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ ഈ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. സോ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ എത്രയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലെ? അപ്പൊ എക്സ് 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകാതിരിക്കത്തുള്ളൂ. ബാക്കി എല്ലാ വാല്യൂസിലും നമുക്ക് ഈ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ ഈസ് ഈക്വൽ ടു ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് ഏതാണ്? 1 ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും ആണ് ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? Second question, a relation R on the set of natural numbers is defined by R is equal to the set of ordered pair xy such that y is equal to x plus y and x is a natural number less than 4. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4. 4ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 4ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏത് വരും? 1, 2, 3 വരും അല്ലേ? ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് y is equal to x plus 5 എന്നുള്ള റിലേഷൻ ആണ്. ഓക്കെ, ദെൻ ഇനി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. അപ്പോൾ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് നമ്മൾ 1 കൊടുക്കുന്നു. 1 കൊടുക്കുമ്പോൾ ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് വൈ. അപ്പൊ എക്സിന് 1 കൊടുക്കുവാണെങ്കിൽ y ഇങ്ങനെ കിട്ടും. y എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് 5 ആണ് അല്ലെ? y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 6 കിട്ടും. എക്സിന് 2 കൊടുത്താൽ y എന്ത് കിട്ടും? 2 plus 5 ദാറ്റ് ഈസ് 7. എക്സിന് 3 കൊടുത്താൽ y എന്ത് കിട്ടും? 3 plus 5 എന്ന് പറഞ്ഞാൽ 8 കിട്ടും. ഇനി ഏതെങ്കിലും വാല്യൂസ് ഉണ്ടോ എക്സിന്? ഇല്ല. എക്സിന് ആകെ ഈ 3 വാല്യൂസ് 1, 2, 3 ഉള്ളു. അതായത് 4നെ കാട്ടി ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. ലെസ് ദാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ എന്തെന്ന് വരും? 1ഉം 6ഉം 2ഉം 7ഉം 3ഉം 8. 1, 6, 2, 7 and 3, 8. Okay. Next question. Write the domain and range of the relation. അപ്പം ഈ റിലേഷന്റെ ഡൊമൈനും റേഞ്ചും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? അതായത് ഈ ഓർഡേർഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റ് ആണ് 1, 2, 3. ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതായത് ഈ ഓർഡേർഡ് പെയർസിലെ സെക്കൻഡ് എലമെന്റിന്റെ സെറ്റ് ആണ് റേഞ്ച് 6, 7, 8. ഓക്കെ, കിട്ടിയല്ലോ. Then അടുത്ത ക്വസ്റ്റ്യൻ, draw the graph of the function f of x is equal to mod x where x belongs to R. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരും? ഇതിന്റെ ഗ്രാഫ് ഞാൻ വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നേരത്തെ ഈ ഗ്രാഫ് വരച്ചു. സോ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ദിസ് ഈസ് മോഡുലസ് ഫംഗ്ഷൻ ആണ് അല്ലെ? സോ മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫും ഡൊമൈനും റേഞ്ചും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഗ്രാഫ് എങ്ങനെ വരുന്നത്? ഒരു വി ഷേപ്പിലാണ് അല്ലെ ഇതിന്റെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ആ വീഡിയോ നോക്കി പഠിച്ചോളൂ കേട്ടോ. സോ മോഡുലസ് ഫംഗ്ഷൻ ഇതിന് 2 മാർക്കാണ്. മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കണം കേട്ടോ. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 2017 ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, സോ അതിൽ 5th ക്വസ്റ്റ്യൻ, A is equal to 2, 3, B is equal to 1, 3, 5. Then the number of relations from A to B. A യിൽ നിന്ന് B ലോട്ടുള്ള number of relations. So number of elements in A എത്രയാണ്? 2. A യിൽ 2 numbers ആണുള്ളത്. 2 numbers അല്ല, 2 elements. B യിലോ it is number of elements in B എന്ന് പറഞ്ഞാൽ 3 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര റിലേഷൻസ് ഉണ്ടായിരിക്കും? Number of relations from A to B. എയിൽ നിന്ന് ബിയിലോട്ട് എത്ര റിലേഷൻസ് ഉണ്ടായിരിക്കും? അതായത് ടോട്ടൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ 2 into 3 that is 2 raised to 6 റിലേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ,
അടുത്തതിന്റെ ബി എന്ന് പറഞ്ഞാൽ R is a relation defined on the set A is equal to 1, 2, 3, etc. up to 14 by R is equal to the set of ordered pair x, y such that 3x minus y is equal to 0 where x, y belongs to A. Write down the domain, codomain and range. 3 marks question. See, same problem നമ്മൾ എക്സസൈസിൽ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു എക്സസൈസ് 2.1 തോന്നുന്നു ചെയ്തേക്കുന്നത്. 2.1 അല്ല 2.2 ഡൊമൈനും റേഞ്ചും ഒക്കെ നമ്മൾ സെക്കൻഡ് പഠിച്ചത്. സോ 2.2 ചെയ്താണ്. ഓക്കെ, എങ്കിലും ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഫംഗ്ഷൻ എന്താണ്? 3x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0 എന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും എങ്ങനെ എഴുതും? y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതും. സോ y ഈസ് ഈക്വൽ ടു 3x എന്ന് എഴുതി. സോ നമുക്ക് സെറ്റ് എ ആണല്ലേ. അപ്പൊ ഇൻപുട്ട് എത്രയുണ്ട്? 1, 2, 3 എക്സെട്ര അപ് ടു 14 വരെ ഉണ്ട്. സോ നമുക്ക് വാല്യൂസ് ഒന്ന് കൊടുത്തു നോക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ y എത്ര കിട്ടും? y എന്ന് പറഞ്ഞാൽ 3 വരും അല്ലെ. എക്സിന് 2 കൊടുത്താലോ y എന്ന് പറഞ്ഞാൽ എന്താണ്? 3x ആണല്ലേ. അപ്പം 2 × 3 എന്ന് പറഞ്ഞാൽ 6 വരും. എക്സിന് 3 കൊടുക്കുമ്പോൾ y എന്ന് പറഞ്ഞാൽ എത്ര വരും? 9 വരും. എക്സിന് 4 കൊടുക്കുമ്പോൾ 4 × 3 എന്ന് പറഞ്ഞാൽ 12 വരും. എക്സിന് 5 കൊടുക്കുമ്പോൾ 5 × 3 എന്ന് പറഞ്ഞാൽ 15 വരും. അപ്പൊ നോക്കിക്കേ, ഈ എക്സും വൈയും ബിലോങ്സ് ടു എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സും വൈയും ഏത് സെറ്റിനകത്തുള്ളതാണ്? എയിലുള്ളതാണ്. എ എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ളതാണ്. അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റിൽ എത്ര എലമെന്റ്സ് വരെ ഉണ്ട്? 14 വരെയേ ഉള്ളൂ. അപ്പൊ നോക്കി, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 15 ആണ്. അപ്പൊ 15 ഈ സെറ്റിനകത്തുള്ളതാണോ? ഇല്ല. സോ ഈ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചേക്കുന്നത്? റൈറ്റ് ഡൗൺ ദ ഡൊമൈൻ, കോഡൊമൈൻ ആൻഡ് റേഞ്ച്. എന്തുകൊണ്ടാണ് ഇത് എടുക്കാതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, സോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന വാല്യൂസ്, ദാറ്റ് ഈസ് 1, 2, 3, 4. ദെൻ റേഞ്ച് എന്ന് പറഞ്ഞാലോ, റേഞ്ച് ഈസ് ഈക്വൽ ടു നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന വാല്യൂസ്, ദാറ്റ് ഈസ് 3, 6, 9, 12. ദെൻ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡൊമൈൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? അതായത് ഈ സെറ്റ് തന്നെ അല്ലേ, സെറ്റ് എ ഇറ്റ് സെൽഫ് വരും അല്ലേ. സോ സെറ്റ് എ തന്നെ വരും. അപ്പൊ നിങ്ങൾ ആ ഫുൾ ഇങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. ഈസ് ഈക്വൽ ദാറ്റ് ഈസ് 1, 2, 3 എക്സെട്ര 14 വരെ. ഇതാണ് കോഡൊമൈൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. സോ ഡൊമൈൻ എഴുതുന്നതിന് 1 മാർക്ക്, റേഞ്ച് എഴുതുന്നതിന് 1 മാർക്ക്, കോഡൊമൈൻ എഴുതുന്നതിന് 1 മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതായത് 2016 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 8th ക്വസ്റ്റ്യൻ, ഇഫ് x + 1 y - 2 = 3,1. അപ്പൊ നമ്മൾ ഈ ടൈപ്പ്, അതായത് ഓർഡേർഡ് പേഴ്സ്, 2 ഓർഡേർഡ് പേഴ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്താണ്. ഇപ്പൊ ഇത് അതുപോലെ തന്നെ സെയിം വേറൊരു പ്രോബ്ലം ചോദിച്ചേക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? x + 1 = എന്തെന്ന് എഴുതാം? 3 എന്ന് എഴുതാം. y - 2 = 1 എന്ന് എഴുതാം. ഇതിനകത്ത് x = എത്ര കിട്ടും? 3 - 1 എന്ന് പറഞ്ഞാൽ 2 വരും. y = 1 + 2 എന്ന് പറഞ്ഞാൽ 3 വരും. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്നല്ലേ. എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചല്ലോ. അടുത്തത് സി, ഡിഫൈൻ ദ മോഡുലസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ഡിഫൈൻ ദ മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ എന്താണ്? ഡിഫൈൻ ചെയ്യണം. വാട്ട് ഈസ് ഇറ്റ്സ് ഡൊമൈൻ? ഡ്രോ എ റഫ് സ്കെച്ച്. ഓക്കെ, അപ്പോൾ ഡൊമൈൻ എന്താണ്, അതിന്റെ റേഞ്ച് എന്താണ്, റഫ് സ്കെച്ചും മോഡുലസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോഴും ഞാൻ പറഞ്ഞതാണ് മോഡുലസ് ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന്. സോ നമ്മൾ നേരത്തെ ഇല്ലേ, അതായത് ഇപ്പൊ 2016 ഇംപ്രൂവ്മെന്റ് ആണോ അതോ അതിന് മുമ്പിലത്തെ 2017 ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലെ. 2017 മോഡുലസ് ഫംഗ്ഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മോഡുലസ് ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഗ്രാഫ്, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും എല്ലാം പഠിച്ചോളൂ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 2016 ഇംപ്രൂവ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 7th ക്വസ്റ്റ്യൻ. First one, if P is equal to Mn and Q is equal to Nm, state whether which of the following is true or false. Okay, അപ്പം ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? നമ്മൾ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എക്സസൈസിൽ ചെയ്തതാണ്. ഇത് ട്രൂ ആണോ? അല്ല, ദിസ് ഇസ് ഫോൾസ് ആണ് അല്ലെ. അതായത് P × Q എന്ന് പറഞ്ഞാൽ അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? ഇവിടെ 2 എലമെന്റ്സ് ഉണ്ട്. Pയിൽ 2 ഉണ്ട്, Qയിലും 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ P × Qയിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? 4 ഓർഡേഡ് എലമെന്റ്സ് അല്ല, 4 ഓർഡേഡ് പേയേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ P × Qയിൽ എത്രയുണ്ട്? ആകെ 2 ഉള്ളു അല്ലെ. സോ ഇത് P × Q ആണോ? അല്ല. ഓക്കെ, ദിസ് ഈസ് ഫോൾസ് ആണ്. അടുത്തത് ബി എന്ന് പറഞ്ഞാൽ റൈറ്റ് ദ റിലേഷൻ R is equal to the set of ordered pair x, x³ where x is a prime number less than 10. അപ്പൊ x എന്ന് പറഞ്ഞാൽ 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എത്രയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ടോ? ഇല്ല. ഇതൊക്കെയാണ് 10ന് താഴെ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ്.
സോ ഈ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എക്സ് കിട്ടി, വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ക്യൂബ് ആണ്. അപ്പൊ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും, 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8, 3യുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ദാറ്റ് ഈസ് 27, 5ന്റെ ക്യൂബ് 125, 7ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 343 ആണ്. അപ്പൊ ക്യൂബ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 3 × 3 × 3. അതായത് ഇപ്പൊ 3യുടെ ക്യൂബ് ആണെങ്കിൽ 3 നമ്മൾ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2ന്റെ ക്യൂബ് ആണെങ്കിൽ 2 നമ്മൾ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 2, 8, അതായത് 2ന്റെ ക്യൂബ് 8, ദെൻ 3, 27, അതായത് 3യുടെ ക്യൂബ് 27, ദെൻ 4 വേണ്ടല്ലോ, 4 നമുക്കിവിടെ പ്രൈം നമ്പർ അല്ലല്ലോ. ദെൻ പിന്നെ അടുത്ത പ്രൈം എന്ന് പറഞ്ഞാൽ 5 ആണ്, ദറ്റ് ഈസ് 125. ദെൻ അടുത്ത പ്രൈം എന്ന് പറഞ്ഞാൽ 7 ആണ്, 7ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 343 ആണ്. ഓക്കെ, സോ ഇത്രയും ചെയ്യുന്നതിന് 2 മാർക്സ് ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സി, let A is equal to 1, 2, 3, 4, B is equal to 1, 5, 9, 11, 15, 16. F എന്ന് പറഞ്ഞാൽ function F is equal to the set of ordered pair. Function F is equal to 1, 5, 2, 9, 3, 1, 4, 5, 2, 1. State with the reason whether F is a relation or a function. Okay, അപ്പൊ F relation ആണോ ഫംഗ്ഷൻ ആണോ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു, ഫസ്റ്റ് എലമെന്റ്. അപ്പൊ ഫംഗ്ഷൻ ആവാൻ ഉള്ള കണ്ടീഷൻ എന്തൊക്കെയാണ്, അതായത് സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റ്സിനും സെറ്റ് ബിയിലൊരു ഇമേജ് ഉണ്ടായിരിക്കണം. അപ്പൊ അത് നോക്കിക്കേ, ഇതാണ് സെറ്റ് എ. സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റ്സിനും സെറ്റ് ബിയിലൊരു ഇമേജ് ഉണ്ടോ എന്ന് നോക്കിയേ, 1ന് ഉണ്ട്, 2ന് ഉണ്ട്, 3ക്ക് ഉണ്ട്, 4ന് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ ഉണ്ട്. പിന്നെ അടുത്ത കണ്ടീഷൻ എന്താണ്, അതായത് no two distinct ordered pair have the same first element. അതായത് സെയിം ഫസ്റ്റ് എലമെന്റ് വരാൻ പാടില്ല. ഇവിടെ നോക്കിക്കേ, 2 നമുക്ക് 2 ടൈംസ് വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട് 2, 9, ഇവിടെ 2, 1 ഉണ്ട്. അപ്പം ഇത് ഫംഗ്ഷൻ ആണോ, അല്ല. ഇവിടെ നമുക്ക് സെയിം ഫസ്റ്റ് എലമെന്റ് വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. പിന്നെ ഇതെന്താണ്, ദിസ് ഈസ് എ റിലേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ ആണ്, ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. എന്തുകൊണ്ടാണ്, 2 distinct ordered pair have same first element. Okay, same first element വന്നിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ നമ്മള് 2018, 17, 16 3 ഇയറിലെയും 3 × 3 സോ അപ്പൊ നമ്മള് 2018, 2017, 2016 അതായത് 3 ഇയറിലെയും മെയിന്റെയും ഇംപ്രൂവ്മെന്റിന്റെയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ ഒരു മോഡലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ഇപ്പൊ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നത് ചോദിക്കുന്നുണ്ട്. സോ ഈ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നത് എല്ലാവരും പഠിച്ചോളാകട്ടെ. ഇപ്പൊ ഇത് കണ്ടോ, ഈ 2018, 2017 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സസൈസിൽ നിന്നുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ചോദിച്ചേക്കുന്നത്. അതേസമയം 2018 ഈ 2019 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് എക്സാം ആകുമ്പം സോൾവ് ചെയ്ത് തരാം. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് സോൾവ് ചെയ്ത് തരാം. സോ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനൊക്കെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഡൊമൈനും റേഞ്ചും ഒക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഒക്കെ എല്ലാവരും ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചിലരൊക്കെ ഇപ്പം ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എനിക്ക് മെസ്സേജ് വരും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഒക്കെ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരാളുടെ എന്നും ഞാൻ പേര് പറയുന്നില്ല, ഒരാൾ മിക്കവാറും എന്നും എനിക്ക് അവരുടെ പേര് ന്യൂ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു വരും. അപ്പം എനിക്ക് തോന്നുന്നു അവർക്കത് അറിയത്തില്ല. അപ്പം അവരത് വീഡിയോ കാണാൻ നേരം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നതാണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചാനൽ ഒരു തവണ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യണ്ട. എനിക്ക് തോന്നുന്നു ഈ പയ്യൻ വീഡിയോ കാണാൻ നേരം എടുക്കുമ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും തോന്നും. അപ്പം ചില ദിവസം എനിക്ക് 3 ടൈംസ് 3 ടൈംസ് ഒക്കെ വരും എനിക്ക് ഈ സെയിം ആളുടെ മെസ്സേജ്. അതായത് ഈ ആള് ന്യൂ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇന്ന് വരും, നാളെ വരും, നാളെ കഴിഞ്ഞ് വരും, അങ്ങനെ ഓരോ ദിവസവും എനിക്ക് ഇയാളുടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്ന അയാളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ആരാണെന്ന്. ഞാൻ പേരൊന്നും പറയുന്നില്ല. സോ അപ്പം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ
വീഡിയോ കാണാൻ നേരം സബ്സ്ക്രൈബ് ചെയ്യുകയും കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലാഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി നമ്മൾക്ക് ട്രിഗ്നോമെട്രിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ അതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.